ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കുന്ന ഒറ്റ സെക്കൻഡ് 11.13 മീറ്റർ പോകും. നിങ്ങളത് 60 കിലോമീറ്റർ വേഗതയിലാണ് ഓടിക്കുന്നതെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് 16.66 മീറ്റർ, ഏതാണ്ട് ഇതിന്റെ 3 ഇരട്ടി പോകും. ഈ റൂമിന്റെ 3 ഇരട്ടി ഒറ്റ സെക്കൻഡിൽ പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഒരു പ്രശ്നമല്ലെങ്കിലും ഡ്രൈവിംഗ് സമയത്ത് ഒരു സെക്കൻഡ് പോലും വളരെ വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് നേരത്തെ ബ്രേക്ക് ഔട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിച്ചാണ്. എങ്ങനെ മനസ്സിലാകുന്ന ഒരു സെക്കൻഡ് നേരത്തെ നമ്മൾ ബ്രേക്ക് ചവിട്ടിയെങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഒരു 60 കിലോമീറ്റർ വേഗതയിലാണ് ഓടിക്കുന്നത് വിചാരിച്ചു. ഒരു സെക്കൻഡ് നേരത്തെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ടുന്നതെങ്കിൽ 16 മീറ്റർ പുറകിൽ വണ്ടി നിൽക്കും. മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ വേഗത ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ജംഗ്ഷനിലേക്ക് ഓടിച്ചു ചെല്ലുന്നു. ഒരു 60 കിലോമീറ്റർ വേഗതയിലാണ് ഓടിച്ചു ചെല്ലുന്നത്. അപകട സാധ്യത കണ്ടു. അപകട സാധ്യത ഉണ്ടായത് ആക്സിഡന്റ് ബ്രേക്ക് കാല് വെച്ചു, അതിനുശേഷം ബ്രേക്ക് ഔട്ട് വേണ്ടി 45 മീറ്റർ നിന്ന് വിചാരിച്ചു. ഒരു അപകട സാധ്യത ആക്സിഡന്റ് ബ്രേക്ക് കാല് വരെ ഓരോരുത്തർക്ക് ഓരോ സമയമാണ്. എത്ര സമയമാണ് പ്രശാന്തിന് ഒരു അപകട സാധ്യത കണ്ടിട്ട് ബ്രേക്ക് കാല് വെക്കാനായിട്ട്? ഏകദേശം എത്ര സെക്കൻഡ്? ഒന്നിൽ ഫിക്സ് ചെയ്യും. എമർജൻസി 2 സെക്കൻഡ് 3 സെക്കൻഡ്. എത്ര സെക്കൻഡാണ് നിങ്ങൾക്ക് ഒരു അപകട സാധ്യത ബ്രേക്ക് കാല്? 4 സെക്കൻഡ്. റിയാക്ടിംഗ് ടൈം എത്ര? 2 സെക്കൻഡ്. 2 സെക്കൻഡ്. എപ്പം ഭയങ്കര അപ്പൊ 2 സെക്കൻഡ് 1 സെക്കൻഡ് ഒക്കെ പറഞ്ഞു. 4 സെക്കൻഡ്. എനിക്ക് 1 സെക്കൻഡ് മതി. ഒരു അപകട സാധ്യതയുള്ള എമർജൻസി ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാല് വെക്കാൻ പറ്റും. 1 സെക്കൻഡിൽ താഴെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ 1 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് കാല് വെക്കുന്നതെങ്കിൽ 16 മീറ്റർ വണ്ടി പോയിട്ടുണ്ട് അല്ലേ? ബാക്കി 29 മീറ്റർ ഉണ്ട്. നമുക്ക് വണ്ടി ചെറുട്ട് നിർത്താൻ സാധിക്കും അല്ലേ? 29 മീറ്റർ ഒന്നും വേണ്ട, അല്ലാതെ വണ്ടി നിൽക്കും. ഇനി 2 സെക്കൻഡുകാരനാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് വണ്ടി 33 മീറ്റർ പോകും. പോയില്ലേ? ബാക്കി ഇവിടെ 45 മീറ്റർ കിടക്കുക. ആ 45 മീറ്റർ ബാക്കിയുള്ള 12 എത്ര വരെ 36 പോയി കഴിഞ്ഞാൽ 12 മീറ്ററോളം 33 മീറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി ഏകദേശം 12 മീറ്ററോളം ബാലൻസ് ഉണ്ട്. 12 മീറ്റർ കൊണ്ട് വണ്ടി നിൽക്കും. 12 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 ഇതിന്റെ ഇരട്ടി വരും അല്ലേ? അപ്പൊ അയാൾ രക്ഷപ്പെടും. ഇവിടെ നിന്നയാള് രക്ഷപ്പെടും. ഇനി 4 സെക്കൻഡുകാരൻ 4 സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി? പിന്നെ പോയി 16, 33, 48 ഏതാണ്ട് അവന്റെ കാര്യം. നീ പറഞ്ഞതിനകത്ത് ഒരു തെറ്റാണ്. അത്രയൊന്നും സമയം വേണ്ടി വരില്ല. 4 സെക്കൻഡ് ഒന്നും വേണ്ട. കാരണം 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടിക് 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 ഇത്രയും വരില്ലേ? അത്രയും വേണ്ട നമുക്ക്. എന്തായാലും അത് പിന്നെ നീ പറഞ്ഞതിന് തെറ്റാണ്. ഓക്കെ. അപ്പൊ നമ്മള് ചിലർക്ക് 1 സെക്കൻഡ് വേണം, ചിലർക്ക് 2 സെക്കൻഡ് വേണം, 3 സെക്കൻഡ് വേണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു ജംഗ്ഷനിലേക്ക് ചെല്ലുക. ജംഗ്ഷനിലേക്ക് നമ്മൾ ഓടിച്ചങ്ങനെ ചെല്ലുന്ന സമയത്ത് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ചില ഡ്രൈവർമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉച്ച സമയമൊക്കെയാണ് തിരക്ക് കുറവല്ലേ, വണ്ടികളൊക്കെ കുറവായിരിക്കും. അപ്പോൾ വന്ന വേഗതയിൽ തന്നെ ടോപ്പ് ഗിയർ ഓടിച്ചുകൊണ്ട് ഡ്രൈവർമാരുണ്ട്. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആക്സിലേറ്ററിൽ കാല് കൊടുത്ത് അങ്ങനെ അതേ വേഗതയിൽ പോകും. ചിലർ അവിടെ ചെല്ലുമ്പോൾ ആക്സിലേറ്റർ ഒന്ന് കുറയ്ക്കും. അങ്ങനെയല്ല ആൾക്കാരാണ്. ചിലർ എന്ത് ചെയ്യും? ആക്സിലേറ്റർ ബ്രേക്കിലേക്ക് കാല്. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഏതാണ് ഗുണം ചെയ്യുന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഹൈവേയിലൂടെ ഓടിച്ചു പോകുന്നു, അതിലെ ടോപ്പ് ഗിയറിലാണ് ഓടിച്ച് ജംഗ്ഷനെ പാസ് ചെയ്യുന്ന സമയം പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് നേരത്തെ കാലിൽ ചേർക്കണം. അപ്പൊ അപകട സാധ്യത കാണേണ്ട ഉടനെ തന്നെ ബ്രേക്ക് ഔട്ടാൻ സഹായിക്കും. ആക്സിലേറ്റർ ബ്രേക്ക് കാല് വരുന്ന സമയത്തുള്ള ദൂരം കുറയ്ക്കും. റിയാക്ഷൻ ഡിസ്റ്റൻസ് കുറയ്ക്കാനാണ് നമ്മളെ സഹായിക്കുകയും ആ ഡിസ്റ്റൻസ് കുറയുമ്പോൾ പെട്ടെന്ന് വരുന്ന അപകട സാധ്യതകളിൽ ആ അപകടത്തെ ഇല്ലാതാക്കാനും അത് സഹായിക്കും. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്.